മലയാളി താരം സഞ്ജു സാംസൺ ഇല്ലാതെ ഇന്ത്യൻ ടീം വീണ്ടും ഒരു ICC ടൂർണമെന്റ് കളിക്കാനായി തയ്യാറാവുകയാണ്. അടുത്ത മാസം പാകിസ്ഥാൻ, UAE എന്നിവിടങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്നാണ് സഞ്ജു തഴയപ്പെട്ടത്. പകരം ഋഷഭ് പന്തിനെയും KL രാഹുലിനെയുമാണ് വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ടീം പ്രഖ്യാപനത്തിന് ശേഷം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളും പുറത്തുവരികയുണ്ടായി. വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളായി സഞ്ജു മതിയെന്നായിരുന്നു കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടത്. പക്ഷേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാദ്കർ എന്നിവർ ഋഷഭ് പന്തിനായി വാദിക്കുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ടീമിനെ പ്രഖ്യാപിക്കേണ്ടതെങ്കിൽ 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം 3:30 ടീം പ്രഖ്യാപനം എത്തിയത്. സഞ്ജു ഒരിക്കൽ കൂടി തഴയപ്പെട്ടതോടുകൂടി ഒരു കാര്യം വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. സഞ്ജുവിനെ ദേശീയ ടീമിൽ നിന്നും നിരന്തരം ഒതുക്കിയതിന് പിന്നിൽ കോച്ചുമാരോ സെലക്ടർമാരോ അല്ലായിരുന്നു, മറിച്ച് രോഹിത്താണ് ഇവിടെ യഥാർത്ഥ വില്ലനായി വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായകസ്ഥാനത്ത് രോഹിത് ശർമ്മ തുടരുന്നിടത്തോളം കാലം സഞ്ജു സാംസന്റെ കരിയർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പല ക്രിക്കറ്റ് ഗവേഷകരുൾപ്പെടെ ഇവിടെ നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം മാറി പകരം മറ്റൊരാൾ വന്നെങ്കിൽ മാത്രമേ ടീമിലെ സ്ഥിര സാന്നിധ്യമായി സഞ്ജുവിന് മാറാൻ സാധിക്കുകയുള്ളൂ. തനിക്ക് പ്രിയപ്പെട്ട ചിലരെ മാത്രം എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുകയും ബാക്കി എല്ലാവരെയും ഒതുക്കുകയും ചെയ്യുന്നതാണ് രോഹിത്തിന്റെ രീതിയെന്നും പല ക്രിക്കറ്റ് താരങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം നേടാത്തിടത്തോളം കാലം സഞ്ജു ടീമിന് പുറത്തു തന്നെയായിരിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നൊന്നായി അടഞ്ഞുകൊണ്ടിരിക്കും. നായകനായിരിക്കെ ഒരിക്കലും അദ്ദേഹത്തിന് രോഹിത് തുടർച്ചയായി അവസരങ്ങൾ നൽകിയിട്ടില്ല. അങ്ങനെ ചെയ്താൽ സഞ്ജു ടീമിൽ സ്ഥാനം ഉറപ്പിക്കുമെന്നും തന്റെ ഫേവറേറ്റുകളെ തഴയേണ്ടി വരുമെന്നുമുള്ള ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുമെന്നും ചില റിപ്പോർട്ടുകളിൽ രോഹിത്തിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് ടൈംസ് നൗ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഋഷഭ് പന്തിനോടുള്ള പ്രത്യേക സ്നേഹവും വാത്സല്യവുമെല്ലാം രോഹിത്തിന് തുടക്കം മുതലുണ്ട്. ഹിറ്റ്മാന് പ്രിയങ്കരനായ മറ്റൊരാൾ നേരത്തെ ഇഷാൻ കിഷനായിരുന്നു. മുംബൈ ഇന്ത്യൻസിൽ തന്റെ ഓപ്പണിംഗ് പങ്കാളിയായതിനാൽ ഒരു സമയത്ത് ഇഷന് പരമാവധി അവസരങ്ങളും രോഹിത് നൽകിയിട്ടുണ്ട്. സഞ്ജുവിന് അവസരങ്ങൾ നഷ്ടമാകാനായി ഇതും ഒരു കാരണമായി മാറിയിരുന്നു. മറുഭാഗത്ത് ഇപ്പോൾ സഞ്ജു സാംസന് കിട്ടുന്ന അവസരങ്ങളൊന്ന് പരിഗണിച്ചാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ അകമഴിഞ്ഞ പിന്തുണ സഞ്ജുവിനുണ്ട് എന്ന് മനസ്സിലാകും. രോഹിത് T20യിൽ നിന്നും വിരമിച്ച ശേഷം സഞ്ജുവിന്റെ കരിയറിൽ വന്ന മാറ്റം തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ഒരു T20 പരമ്പരയിൽ ടീമിലെടുത്താൽ അവയിലെ എല്ലാ കളിയിലും രോഹിത് ശർമ്മ സഞ്ജുവിനെ കളിപ്പിക്കാറില്ല. 1-2 മത്സരങ്ങളിൽ ഇറക്കി ക്ലിക്കായില്ലെങ്കിൽ പതിയെ പുറത്താക്കുക തന്നെയായിരുന്നു പതിവ്. ഈ കാരണത്താൽ തന്നെ സഞ്ജുവും കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു അന്ന് കളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനത്തെയും ഇത് സാരമായി തന്നെ ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സൂര്യകുമാർ യാദവ് T20യിലെ സ്ഥിരം ക്യാപ്റ്റനായ ശേഷം തുടർച്ചയായി 7 T20കളിലാണ് സഞ്ജുവിനെ കളിപ്പിച്ചത്. ഇവയിലെല്ലാം ഓപ്പൺ ചെയ്ത അദ്ദേഹം 3 സെഞ്ചുറികളും നേടിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ വരാനായിരിക്കുന്ന 5 T20 മത്സരങ്ങളിലും സഞ്ജു തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. ക്യാപ്റ്റന്മാരെന്ന നിലയിൽ രോഹിത്തും സൂര്യയും സഞ്ജുവിന് നൽകുന്ന പിന്തുണയിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് ഈ കണക്കുകൾ മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകും. അതേസമയം രോഹിത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്വാധീനവും സ്ഥാനവും നഷ്ടമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കൂടി മാത്രമേ രോഹിത്തിന്റെ ഒരു ആധിപത്യം ഉണ്ടാകൂ എന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ ഫ്ലോപ്പായാൽ തീർച്ചയായിട്ടും രോഹിത് വിരമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും നീങ്ങുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.